കുട്ടികളില്ലാത്ത പലരും, അവർ രണ്ടുപേരും ഡോക്ടർമാർ, അവർ രണ്ടുപേരുടെ ഭാര്യമാര് ഗൈനക്കോളജിസ്റ്റാണ്, അവർക്ക് കുട്ടികളില്ല. കുട്ടികളില്ലാത്ത പലർക്കും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പലർക്കും കുട്ടികളുള്ള അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുളിപ്പിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഏത് രോഗവും മാറുമെന്നാണ് വിശ്വാസം. ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് 6 മാസമാകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ചോറൂണിന് മുമ്പോ ഏതെങ്കിലും ക്ഷേത്രത്തിൽ കയറാൻ സാധിക്കുമോ? അതെ, സാധിക്കും. അത്തരത്തിൽ പ്രവേശനമുള്ള ഒരു അത്യപൂർവ ക്ഷേത്രത്തിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. എരൂർ മാരംകുളങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രം. കുട്ടികളില്ലാത്ത പലർക്കും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പലർക്കും കുട്ടികളുള്ള അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവർ രണ്ടുപേരും ഡോക്ടർമാർ, അവർ രണ്ടുപേരുടെ ഭാര്യമാര് ഗൈനക്കോളജിസ്റ്റാണ്, അവർക്ക് കുട്ടികളില്ല. അവർ ഗൈനക്കോളജിസ്റ്റാണ്, തമിഴന്മാരാണ്. അപ്പൊ അവര് വന്നിട്ട് സ്വാമിയുടെ അടുത്ത് ഇങ്ങനെ ദുഃഖം പറഞ്ഞു. അപ്പൊ സ്വാമി വേഗം രണ്ടുപേർക്കും ഓരോ പഴം എടുത്തു കൊടുത്തു. ഇത് കഴിച്ചോളാം പറഞ്ഞു. അത് തന്നെ കൊടുത്തു. അപ്പൊ രണ്ടുപേർക്കും ഇപ്പൊ ഓരോ കുട്ടികളുണ്ട്. അതാണ്. അതുപോലെ ഇവിടെ തന്നെ വേറൊരു പയ്യനുണ്ട്, അവനും കുട്ടികളുണ്ടായിരുന്നു. അനവധി പേര്, ഒരു ഇതല്ല, കുട്ടികളില്ലാത്ത ദമ്പതിമാർ ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ സ്വാമിയുടെ അടുത്ത് വിവരങ്ങൾ പറഞ്ഞാൽ സ്വാമി ഉണ്ണിക്കൈയിൽ നേദിച്ച വെണ്ണയും പഴവും അവർക്ക് കൊടുക്കും. അത് കഴിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവർക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഉണ്ണിക്കുളിയാണ്. എന്താണ് ഉണ്ണിക്കുളി എന്നല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഏത് രോഗങ്ങളും മാറാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉണ്ണിക്കുളി. കുഞ്ഞുങ്ങൾ ജനിച്ചതിന് ശേഷം 16ാം നാൾ മുതൽ നമുക്ക് ഇവിടെ വരാം കേട്ടോ. അപ്പൊ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് കൃഷ്ണ ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിലുള്ള ഒരു ഭാഗത്ത് കുളിപ്പിക്കുന്നു. ഭഗവാന്റെ തീർത്ഥം കൊണ്ടാണ് കുളിപ്പിക്കുന്നത്. എന്നിട്ട് തുടയ്ക്കാതെ തന്നെ അമ്പലത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ച് തിരുമേനി ചരട് കൊടുത്ത് ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇത് ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഏത് രോഗവും, അതായത് ബാലാരിഷ്ടതകൾ പെടുന്ന കരപ്പൻ, അതുപോലെ ഗ്രഹണി, അങ്ങനെയുള്ള ഏത് രോഗവും കുഞ്ഞുങ്ങൾക്ക് മാറുന്നതാണ്. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനുള്ള തീർത്ഥം നമ്മുടെ ക്ഷേത്രത്തിലെ കിണറ്റിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. ആ ഒരു വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുളിപ്പിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഏത് രോഗവും മാറുമെന്നാണ് വിശ്വാസം. കിഴക്കോട്ട് ദർശനമായാണ് നമ്മുടെ കുഞ്ഞികൃഷ്ണ ഭഗവാൻ ഇരിക്കുന്നത്. അപ്പോൾ അതിന് നേരെ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെ ഇവിടെ വെച്ചാണ് ഉണ്ണിക്കുളി നടത്തുന്നത്. ഇവിടെ വെച്ചാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കുളിപ്പിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കുഞ്ഞുങ്ങളുമായിട്ട് നമ്മുടെ കുഞ്ഞികൃഷ്ണ ഭഗവാൻ സംസാരിക്കുകയും വിശേഷങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. തുടർച്ചയായി 5 ആഴ്ചകളിലായാണ് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കേണ്ടത്. ഇനി അതിന് സാധിക്കാത്തവർ ഒറ്റത്തവണ ചെയ്താലും മതി. കൂടുതലും വ്യാഴാഴ്ചകളിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ളത്.